ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഏസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 13 നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDC പരീക്ഷയിലെ IT ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊസസ്സറിൻ്റെ പേരെന്താണ്? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊസസ്സറിൻ്റെ പേര് കൈരളി എന്താണ്? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച പ്രൊസസ്സറിൻ്റെ പേര് കൈരളി എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഗൂഗിൾ വികസിപ്പിച്ച ക്വാണ്ടം മൈക്രോ പ്രൊസസ്സറിൻ്റെ പേരെന്താണ്? ഗൂഗിൾ വികസിപ്പിച്ച ക്വാണ്ടം മൈക്രോ പ്രൊസസ്സറിൻ്റെ പേരാണ് വില്ലോ എന്ന് പറയുന്നത്. ഗൂഗിൾ വികസിപ്പിച്ച ക്വാണ്ടം മൈക്രോ പ്രൊസസ്സറിൻ്റെ പേരാണ് വില്ലോ. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ക്വാണ്ടം മൈക്രോ പ്രൊസസ്സറിൻ്റെ പേരാണ് മജോരാന 1. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ക്വാണ്ടം മൈക്രോ പ്രൊസസ്സറിൻ്റെ പേരാണ് മജോരാന 1. ഗൂഗിൾ വികസിപ്പിച്ച ക്വാണ്ടം മൈക്രോ പ്രൊസസ്സറിൻ്റെ പേരാണ് വില്ലോ. അതേപോലെ തന്നെ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI മൈക്രോ പ്രൊസസ്സറിൻ്റെ പേരാണ് കൈരളി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. രണ്ടാമത്തെ ചോദ്യത്തിൽ കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ്. അപ്പോൾ അതിൽ മൾട്ടി ആൻസർ ചോദ്യമാണിത്. ഇതിൽ ഓപ്ഷൻ എ ഇൻസ്റ്റാഗ്രാം ഓക്കെയാണ്, മെറ്റ ഇതിൽ ഓക്കെയാണ്, വാട്സപ്പ് ഓക്കെയാണ്. അപ്പോൾ മൾട്ടി ആൻസർ ക്വസ്റ്റ്യൻ ആണിത്. ഇൻസ്റ്റാഗ്രാം, മെറ്റ, വാട്സപ്പ് എല്ലാം തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള ഫീച്ചർ നൽകുന്നുണ്ട്. ഇതിന് പുറമെ മെറ്റയുടെ ഭാഗമായിട്ട് വരുന്ന ഫേസ്ബുക്കിലുണ്ട്. അതുപോലെ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ആപ്പുകളും ഓൾറെഡി എന്താണ് ഇത്തരത്തിലുള്ള ഫീച്ചറുകൾ നൽകുന്ന ആപ്പുകളാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? എം-റൂബ്. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫോർമാറ്റിൻ്റെ പേരാണ് എം-റൂബ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ ബി ടിം ബെർണേഴ്സ്-ലീയാണ് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത്. വേൾഡ് വൈഡ് വെബ് WWW. അപ്പോൾ WWWയുടെ പിതാവായിട്ട് പറയുന്നത് ടിം ബെർണേഴ്സ്-ലീയാണ് വേൾഡ് വൈഡ് വെബിൻ്റെ പിതാവായിട്ട് നമ്മൾ പറയുന്നത്. ഈ ടിം ബെർണേഴ്സ്-ലീയെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് W3C കൺസോർഷ്യം. W3C കൺസോർഷ്യം ആരംഭിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്-ലീയാണ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറായിട്ടുള്ള നെക്സസ് ഡെവലപ്പ് ചെയ്തത് അതും ആര് തന്നെയാണ്? ടിം ബെർണേഴ്സ്-ലീ തന്നെയാണ്. അപ്പം ടിം ബെർണേഴ്സ്-ലീയുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന്, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്-ലീ. W3 കൺസോർഷ്യം സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചാൽ ടിം ബെർണേഴ്സ്-ലീ. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ആയിട്ടുള്ള നെക്സസ് വികസിപ്പിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്-ലീയാണ് വികസിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്ത പ്രോട്ടോക്കോൾ ഉള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ റൂട്ടർ ഉണ്ട്, ഓപ്ഷൻ ബി ബ്രിഡ്ജ്, സ്വിച്ച്, ഗേറ്റ്വേ. അപ്പോൾ വ്യത്യസ്ത പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടിയിണക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഗേറ്റ്വേ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം വരാം, എന്താണ് റൂട്ടർ, എന്താണ് ബ്രിഡ്ജ്, എന്താണ് സ്വിച്ച് എന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ റൂട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് ഒരേ രീതിയിലും ഒരേ പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? റൂട്ടർ. ഒരേ രീതിയിലും ഒരേ പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഇത്? റൂട്ടർ. ഒരേ രീതിയിലും ഒരേ പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. രണ്ടാമത് ബ്രിഡ്ജ്. ഒരു നെറ്റ്വർക്കിനെ വിവിധ വിഭാഗങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട്, പല വിഭാഗങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി വ്യത്യസ്തമായ കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്? ബ്രിഡ്ജ്.
ഒരു നെറ്റ്വർക്കിനെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. മൂന്നാമത്തെ ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ചിൻ്റെ പ്രത്യേകത ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നെറ്റ്വർക്ക് രൂപീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഒരു ഉപകരണമാണ് സ്വിച്ച്. ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നെറ്റ്വർക്ക് രൂപീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഉപകരണമാണ് സ്വിച്ച്. വ്യത്യസ്ത പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനായ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ ഗ്രേ സർഫാണ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിൻഡൻ ഗ്രേ സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. ഇനി അവിടെ ഓപ്ഷനിൽ ടിം ബെർണേഴ്സ്-ലീ ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അലൻ ട്യൂറിങ്ങിൻ്റെ പ്രത്യേകത അല്ലേ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അലൻ ട്യൂറിങ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അലൻ ട്യൂറിങ്. ഈ അലൻ ട്യൂറിങ്ങിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പേരിലാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമായിട്ടുള്ള ട്യൂറിങ് അവാർഡ് അറിയപ്പെടുന്ന ആരുടെ പേരിലാണ്? അലൻ ട്യൂറിങ്ങിൻ്റെ പേരിലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ട്യൂറിങ് അവാർഡ്. ആ ട്യൂറിങ് അവാർഡ് അറിയപ്പെടുന്ന പേരാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ നൊബേൽ പുരസ്കാരം. കമ്പ്യൂട്ടർ സയൻസിൻ്റെ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ട്യൂറിങ് അവാർഡാണ്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഒറ്റയാനെ കണ്ടെത്താനാണ് മോസില്ല ഫയർഫോക്സ്, ഗൂഗിള്, സഫാരി, ഒപ്പേര. അപ്പോൾ അതിൽ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിന് ഉദാഹരണമാണ്. സെർച്ച് എഞ്ചിനാണ് ഗൂഗിള്. ആപ്പിളിൻ്റെ സഫാരി എന്ന് പറയുന്നതും ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. ഒപ്പേര എന്ന് പറയുന്നതും ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. അപ്പം മോസില്ല ഫയർഫോക്സും ആപ്പിളിൻ്റെ സഫാരിയും ഒപ്പേരയും എല്ലാം വെബ് ബ്രൗസറുകളാണ്. അതിൽ എക്സെപ്റ്റ് ആയിട്ട് വരുന്നത് ആരാണ്? ഗൂഗിളാണ്. അതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ഉദാഹരണമാണ്, ബാക്കിയുള്ളതൊക്കെ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണങ്ങളാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? അപ്പം ലിബ്രെ ഓഫീസ് കാൽക്ക് നമ്മൾ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിൽ സ്പ്രെഡ്ഷീറ്റിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത്, ലിബ്രെ ഓഫീസ് കാൽക്ക്. ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത്. ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംബിൻ്റെ പൂർണ്ണരൂപം. ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഒരു അനിമേഷൻ സോഫ്റ്റ്വെയർ ആണ് 2P 2D എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇതിൽ പെടാത്ത ആളെന്ന് പറയുന്നത് ഉബുണ്ടു ആണ്. ഉബുണ്ടു ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഉദാഹരണമാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഉബുണ്ടു ആണ്. ഉബുണ്ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ഇൻപുട്ട് ഡിവൈസായി പ്രവർത്തിക്കുന്നത് ഏത്? സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. CRT മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. LCD മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇൻപുട്ട് ഡിവൈസായി പ്രവർത്തിക്കുന്ന ഇതാണ്. സ്കാനറാണ് ഇൻപുട്ട് ഡിവൈസ്. പ്രിൻ്ററും CRT മോണിറ്ററും LCD മോണിറ്റർ എല്ലാം തന്നെ ഔട്ട്പുട്ട് ഡിവൈസായിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. സിമ്പിൾ ചോദ്യം. ഒരു ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിൻ്റെ പേരാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിൻ്റെ പേരാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ലാനിൻ്റെ പ്രത്യേകത ഒരു റൂമിലോ കെട്ടിടത്തിനുള്ളിലോ സ്ഥാപന പരിധിക്കുള്ളിലോ വരുന്ന ഉപകരണങ്ങളുടെ നെറ്റ്വർക്കാണ് ഏത്? ലാൻ. ഒരു റൂമിനുള്ളിലോ കെട്ടിടത്തിനുള്ളിലോ സ്ഥാപന പരിധിക്കുള്ളിലോ വരുന്ന ഉപകരണങ്ങളുടെ നെറ്റ്വർക്കാണ് ലാൻ. വാനിൻ്റെ പ്രത്യേകത വലിയ ഭൂപ്രദേശങ്ങളെ രാജ്യങ്ങളെ ഒക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഇത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വലിയ ഭൂപ്രദേശങ്ങളിലും രാജ്യങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഒരു വ്യക്തിയുടെ സറൗണ്ടിങ്സിൽ നിന്നുകൊണ്ടുള്ള, ഒരു വ്യക്തിയുടെ പ്രിമൈസസിൽ കാണപ്പെടുന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ ഒരു കണക്ഷനാണ് ഇത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു വ്യക്തിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് കാണപ്പെടുന്ന ഉപകരണങ്ങളുടെ നെറ്റ്വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇസ്കിയുടെ പൂർണ്ണരൂപം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇസ്കിയുടെ പൂർണ്ണരൂപം. ഇസ്കി എന്ന് പറയുന്നത് ഒരു കീബോർഡിൽ നമ്മളൊരു ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി ഫോമിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഒരു സംവിധാനമാണ് ഇസ്കി.
അപ്പോൾ ഇസ്കിയുടെ പൂർണ്ണരൂപമായിട്ട് പറയുന്ന ഓപ്ഷൻ എയിൽ പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ പറയുന്നത്. രണ്ടാമത്തേത് ഓപ്ഷൻ ബി ഇന്ത്യൻ സർവീസ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഓപ്ഷൻ സി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻ്റലിജൻസ് ഇൻ്റർചേഞ്ച്. ഓപ്ഷൻ ഡി ഇന്ത്യൻ സർവീസ് കോഡ് ഫോർ ഇൻ്റലിജൻസ് ഇൻ്റർചേഞ്ച് എന്നതാണ് ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ എ തന്നെയാണ്, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നതാണ് ഇസ്കിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ആസ്കിയുടെ പൂർണ്ണരൂപം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. എബ്സിഡിക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? എബ്സിഡിക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? എബ്സിഡിക്കിൻ്റെ പൂർണ്ണരൂപം എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപയോഗപ്രദമായി തോന്നിക്കുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഫയലുകളെയും വിവരങ്ങളെയും നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ട്രോജൻ ഹോഴ്സ് എന്നാണ് പറയുന്നത്. ട്രോജൻ ഹോഴ്സ്. അപ്പോൾ ഉപകാരപ്രദമായ സോഫ്റ്റ്വെയർ എന്ന് തോന്നലുണ്ടാകും, എന്നാൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നശിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഇത് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. സ്പാം എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ജങ്ക് ഇമെയിൽസിനെ തുടർച്ചയായിട്ട് ഒരു പരസ്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ട്, ഒരു സർവീസിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായി ഒരു യൂസർ കമ്പ്യൂട്ടറിലേക്ക് അയക്കപ്പെടുന്ന അൺവാണ്ടഡ് ആയുള്ള ഇമെയിലുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്പാം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പ്രോഗ്രാമുകളാണ് വൈറസുകൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പ്രോഗ്രാമുകളാണ് വൈറസുകൾ. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിൽ പ്രവേശിച്ചുകൊണ്ട് ഡാറ്റയും വിവരങ്ങളും ഫയലുകളൊക്കെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിനെ പറയുന്ന പേരാണ്, നശിപ്പിക്കുന്ന പ്രവർത്തനത്തിനെ പറയുന്ന പേരാണ്, ഒരു ആക്ടിവിറ്റിയാണ് ഇത് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, C++ ലാംഗ്വേജിൽ കീവേഡ് അല്ലാത്തത് ഏത്? C++ ലാംഗ്വേജിൽ കീവേഡ് അല്ലാത്തത് ഏത് ചോദിച്ചാൽ ആഡ് ആണ് നമുക്ക് എന്ത് ചെയ്യും കീവേഡ് അല്ലാത്തതായിട്ട് വരിക. അത് നമ്മൾ ഒരു +1 +2 SCRT പാഠഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ്. സോ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പരീക്ഷയിൽ 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 13 മാർക്കിനാണ് IT ആൻഡ് സൈബർ ലോ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നത് കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം LDC പരീക്ഷ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.